പൊയ്യാറ് മഠത്തിലേക്ക് മെയിനായിട്ട് ആൾക്കാർ വിളിക്കുന്നത് ശത്രുബാധ ലക്ഷണങ്ങൾ ഒരുപാട് അനുഭവിക്കുന്ന ആൾക്കാരാണ് വിളിക്കാറ്. അതായത് അവരുടെ വീട്ടിലെപ്പോഴും ദുരാനുഭവങ്ങൾ കൂടും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും, കർമ്മ മേഖലയിൽ ഭയങ്കരമായിട്ടുള്ള ബന്ധനങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ, കലഹങ്ങൾ, ആരോഗ്യം, ആയുസ്സയ്ക്കും ഭയങ്കര പ്രോബ്ലംസുകൾ ഉണ്ടായിട്ടാണ് അവർ വിളിക്കുക. അപ്പോൾ അവർക്ക് അതിൻ്റെ ശത്രുബാധയെക്കുറിച്ച് അവർക്ക് അറിയുകയും അവർ പല സ്ഥലങ്ങളിൽ പോയിട്ട് അവർ അതിൽ നിന്ന് പല ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും നമ്മളെയും കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യും. അപ്പോൾ ആ വഴിപാട് ചെയ്യുമ്പോൾ ഞാൻ ആ പൂജയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കരമായ ശത്രുബാധ ലക്ഷണം കാണുന്നുണ്ട്, ആഭിചാരത്തിൻ്റെയൊക്കെ ലക്ഷണം കാണുന്നുണ്ടെന്ന് പറയും. അപ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെയും ചെയ്തു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് അവരോട് പറയാറുണ്ട്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ചൊന്നും അവരോട് കൂടുതൽ സംസാരിക്കുകയോ അതിൻ്റേതായ ചെലവുകളിലെ കുറിച്ചിട്ട് പിന്നെ അവരെ കോൾ ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. അപ്പം എന്നോടൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇതൊക്കെ പരിഹാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു, പക്ഷേ നിങ്ങൾ പിന്നീട് അതിനെ പറ്റിയിട്ടൊരു കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ, എന്താണ് സ്വാമി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ അത് വളരെ കുറച്ച് ആൾക്കാർക്കാണ് അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ആ വ്യക്തിക്ക് അത് മനസ്സിലായതുകൊണ്ടായിരിക്കും എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ അവരോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം, ഈ ശത്രുബാധ ലക്ഷണം, ആഭിചാരങ്ങൾ, കർമ്മപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, വിവാഹ തടസ്സം, സ്ഥലക്കച്ചവടം, ഈ ലീഗലായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ നിൽക്കുന്ന വീടുകളിലും വ്യക്തികളിലും നിന്നൊക്കെയും ഭയങ്കരമായ ദോഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ദോഷങ്ങൾ മാറ്റാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പോൾ ഞാനാണ്, അല്ലെങ്കിൽ പൊയ്യാറ് മഠത്തിലെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരുമാണ്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിൻ്റേതായ ദുരിതങ്ങളും ദുരാനുഭവങ്ങളൊക്കെയും നമ്മളിലേക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ പരിഹാര മാർഗങ്ങൾ പറയുന്നതിന് എത്ര സാമ്പത്തിക ചെലവുകളും വഹിക്കാൻ ആൾക്കാർ തയ്യാറാണ്. പക്ഷെ ഞാൻ അതിന് മുന്നിട്ടിറങ്ങി അത് ചെയ്തു കൊടുക്കാനായിട്ട് നിൽക്കാറില്ല. എൻ്റെ അടുത്ത് അതിന് വേണ്ടി വരുന്ന ആൾക്കാരെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ തീർത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവരും കൂടി ഒപ്പം നിന്നാലാണ് നടക്കുള്ളൂ. കാരണം ഇത് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി, ആളൊരു രോഗിയാണ്. അപ്പോൾ ആ രോഗിക്ക് സ്വാഭാവികമായി ട്രീറ്റ്മെൻറ്റ് കിട്ടണം. അത് തന്നെയാണ് ഇപ്പോൾ വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് പല പ്രശ്നങ്ങൾ, കർമ്മ തടസ്സം, പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക തകർച്ച, കുടുംബ കലഹം, ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിയുക, ഇങ്ങനെയൊക്കെയുള്ള വരുന്നത് എല്ലാ അവസ്ഥകളും ഇങ്ങനെയുള്ള ശത്രുബാധ ലക്ഷണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ ഹോസ്പിറ്റലിലെ രോഗിയുടെ പോലെ തന്നെയാണ് ഇവരും. അപ്പോൾ ഇവരുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ എന്താണ്, ഹോസ്പിറ്റലിലെ രോഗിയുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ എന്താണ്, ഹോസ്പിറ്റലിലെ അറ്റ്മോസ്ഫിയർ മുഴുവൻ നമ്മൾക്കും വരും, ആ ബൈസ്റ്റാൻഡർക്കും വരും. അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെയുള്ള എല്ലാ ദുരനുഭവങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നമുക്ക് എത്ര പൈസ അവർ തരാമെന്ന് പറഞ്ഞാലും ആ അവസ്ഥയിലൂടെ നമ്മളും കൂടി കടന്നു പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഓരോ വ്യക്തികളുടെ ഒപ്പം നമ്മൾ ഈ ശത്രുബാധ, പ്രേതബാധ, അതുപോലെയുള്ള പല ഭയങ്കര പ്രശ്നമുള്ളതാണ്. നമ്മൾ എത്ര പൈസ കിട്ടിയാലും അതിലൂടെ നമ്മളും കൂടി കടന്നു പോകണം. അത് അവർ മനസ്സിലാക്കിയാലില്ലെങ്കിലും അപ്പോൾ അവരതിന് തയ്യാറാവണം. അവരും അതിൻ്റെ പ്രശ്നങ്ങളുടെ കൂടെ നിന്ന് ചെയ്യാനായിട്ട് തയ്യാറുണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ജീവിതത്തിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ പണവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അതിനു വേണ്ടി സ്വാമിക്ക് വഴിപാടായിട്ട് കൊടുക്കുമ്പോൾ ആ വഴിപാടിനൊപ്പം നമ്മൾ നിന്ന് പ്രവർത്തിക്കാനും തയ്യാറാണെങ്കിൽ 100% നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മേത്ത് വന്ന ശത്രുബാധയാവട്ടെ, ഏത് തരത്തിലുള്ള ആഭിചാര ദോഷ ദുരിതങ്ങളാവട്ടെ, എന്ത് ദോഷങ്ങളാവട്ടെ, അത് നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര സ്പെഷ്യലിസ്റ്റാണ്. നമ്മളത് റിമൂവ് ചെയ്യും. അത് ഹോമങ്ങൾ ചെയ്തിട്ടായാലും, ഗുരുതി പൂജകൾ ചെയ്തിട്ടായാലും, നിവേദ്യ പൂജകൾ ചെയ്തിട്ടായാലും, വിഷ്ണുവായ സ്വാമീനെ സംബന്ധിച്ചിടത്തോളം അത് നടക്കാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അപ്പം അതിന് നമ്മൾ തയ്യാറായി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ എന്ത് പ്രശ്നങ്ങളും മാറ്റാൻ പറ്റും. പക്ഷേ ഇങ്ങനെ പ്രവർത്തിക്കുകയും അതിനു വേണ്ട ചിലവുകൾ വഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും സിമ്പിളായിട്ട് ലൈഫിലേക്ക് വരും. എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. എല്ലാവരും വിജയിക്കട്ടെ.